There's that slip, and it's going to race past again. There's that slip, and it's going to race past again. It's gone for it. Freed his hands to pick up four. It's gone for it. Freed his hands. Oh, inside edge, but that's going to be 4 runs. And Kohli realises this is probably his last go at him and gets enough on it. A maximum for Virat. He goes big. It clears long on. Here it comes. Number 47 for Virat Kohli. Pumps his fist into the air. He loves batting on this ground. And it's given him another 100. ആ ടി വി ഒന്ന് വെക്കച്ചായി. ഇന്ത്യയും പാകിസ്ഥാനും നമ്മളെ കളിയാ ഇപ്പൊ തീരും. എത്ര റൺസോടെ കിട്ടാൻ ഇന്ത്യ ജയിക്കും? പ്ലീസ് അച്ചായി. പിള്ളേർക്ക് ആ ടി വി അങ്ങ് വെച്ചു കൊടുക്ക്, അവര് കാണട്ടെ. പിന്നെ എന്തിനാ കുന്ത്രാണ്ടം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? അച്ചായി ടി വി വെക്കണ്ട അച്ചായി, ഇവര് മൊത്തം ടി വി കാഴ്ച. എന്റെ മക്കളെ അടുത്ത് കിട്ടുന്നത് ഈ ഭക്ഷണം കഴിക്കാൻ നേരത്ത് മാത്രം. അല്ലാത്തപ്പോ അവര് ടി വി കാഴ്ചയും മൊബൈൽ കാഴ്ചയും എന്തെല്ലാം പരിപാടിയെന്നറിയാം. ഇവിടെ വന്നിരിക്കുമ്പം ടി വി ഞാൻ ഓഫ് ചെയ്യും. ഞാൻ മുമ്പ് സാമ്പാർ വേണ്ടേന്ന് ചോദിച്ചപ്പം ഈ മക്കളെല്ലാം കൂടി അങ്ങോട്ട് നോക്കിയിരിക്കുക, അവരറിഞ്ഞു പോലുമില്ല. തന്നെയുമല്ല, നമ്മൾ ഈ ടി വി ഓഫ് ചെയ്താലേ ഈ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ, അത് നിനക്കറിയാവും. അതുകൊണ്ട് ടി വി ഓഫായി കിടക്കട്ടെ. അച്ചായി പ്ലീസ് അച്ചായി ടി വി ഒന്ന് ഓണാക്ക്. അച്ചായി ഇതിനു മുമ്പ് ഓഫ് ചെയ്യാറുണ്ട്, ഞങ്ങളൊന്നും പറയാറില്ലല്ലോ. ഈ അച്ഛനും അമ്മയും മക്കളും തമ്മിലൊരു ബന്ധമുണ്ട്. അത് ഊണ് കഴിക്കുമ്പോൾ ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂല. നമ്മൾ പരസ്പരം ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോഴാണ് ആ ഒരു ബന്ധം. അതുകൊണ്ട് മര്യാദയ്ക്ക് കഴിക്കാൻ നോക്കാം. മക്കളൊക്കെ കഴിച്ചേ. സംസാരിച്ചുകൊണ്ട് ആഹാരം കഴിക്കുന്നതേ കുടുംബ ബന്ധങ്ങൾ വളരാനും ആരോഗ്യത്തിനും വളരെ നല്ലതാ, അല്ലേ അപ്പോട്ടാ? പിള്ളേർക്ക് അറിയത്തില്ല ഒന്നും, അല്ലേ മോളെ? ഇന്നും കൂടി മതി പ്ലീസ്, ഒന്ന് വെക്ക് ടി വി. ഒരു പ്ലീസും ഇല്ല, ഞാൻ ടി വി വെക്കുന്ന പ്രശ്നമില്ല. നീ ചോറുണ്ടാന്ന് തോന്നുന്നു. അമ്മേ, നമുക്ക് ഇതിനെ ഭർത്താവായിട്ട് കിട്ടിയുള്ള ഈ രാജ്യത്ത് വേറെ എന്തോരം പേരുണ്ടായിരുന്നു. ഒന്ന് പോടി, കഴിച്ചിട്ട് പെട്ടെന്ന് എഴുതിട്ട് പോകാൻ നോക്കും. അപ്പോട്ടാ ഇത് പറഞ്ഞത് കേട്ടോ? ഞാൻ കേട്ടവള് പറഞ്ഞു. മോനെ അത് മുടിയാണോടാ? ഇങ്ങ അമ്മ വേറെ ചോറ് കൊടുത്തരാം. അതെ, ചേട്ടന്റെ താടിന്ന് വീണതായിരിക്കും. അതെ, ചോറിനകത്തൊരു മുടി കിടന്നു വിചാരിച്ച് ഈ എന്താ ഈ മതമറിക്കണ പ്രശ്നം? എനിക്ക് വേണ്ടേ ചോറ്, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഒരു മുടി വീണതിനാണോ ചേട്ടൻ പുറത്തുനിന്ന് കഴിക്കണത്? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കഴിച്ചോളാം. പിന്നെ ഇതിൻ്റെ പേരും പറഞ്ഞ് പുറത്ത് പോയി ആഹാരം കഴിക്കാനാണെങ്കിൽ ആ പരിപാടി ഇവിടെ നടക്കില്ല. തലമുടി വീണതല്ലേ? വേണ്ട അപ്പോട്ട്, അത് മുടി വീണതല്ലേ, കഴിക്കണ്ട. നീ കൈയെടുത്തേ. ഒന്ന് മുടി വീണെന്ന് വിചാരിച്ച് ഇവിടെ എന്ത് സംഭവിക്കാനാ? നീ മര്യാദയ്ക്ക് അവിടെ ഇരിക്കും കേട്ടോ. ഓ, ഒരു മുടിക്കാരത്തി വന്നിരിക്കുന്നു. മുടി വീണ ആർക്കും ഇഷ്ടപ്പെടില്ല, അതാ ഞാൻ മാറ്റി കൊടുക്കാന്ന് പറഞ്ഞത്. എടി, മുടി വീണാൽ ഇഷ്ടപ്പെടാതിരിക്കുന്നത് നമ്മൾ തട്ടുകടയിലോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്കും മുടി വീണ ആ ഭക്ഷണം വേസ്റ്റാണ്. പക്ഷെ ഇത് നമ്മുടെ വീട്ടിലെ ഭക്ഷണമാണ്. തട്ടുകടയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മുടിയല്ലേ? അത് മുടിയാണ് മോനെ. നമ്മുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒന്ന് വേറെയാണ്. രാവിലെ കുളിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ മാറി അടുക്കള കയറി പാചകം ചെയ്യുമ്പോൾ അതിനകത്തുനിന്നൊരു മുടി വീണത് വേസ്റ്റാക്കാൻ പറ്റില്ല കേട്ടോ. അച്ചായി പറഞ്ഞത് ശരിയാ, എന്റെ തലേന്ന് മുടി ഊരി പോകാറുണ്ട്. മക്കളെ, നിന്റെ അമ്മയുടെ തലേന്നോ മീനാക്ഷിയുടെ തലേന്നോ ഒരു മുടി വീണ് നമ്മുടെ ചോറിനടുത്ത് കിട്ടിയെന്ന് വിചാരിച്ചു. ഇവിടെ എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കാനില്ല. അതങ്ങ് എടുത്ത് മാറ്റി ചോറ് നിന്നു, അത്രേ ഉള്ളൂ. ഇത് എന്തൊക്കെയാ പറയുന്നത്? അത് മുടിയല്ലേ? എടാ, അത് മുടിയാണ്. അത് പാമ്പും പഴുതാരിയൊന്നും അല്ലല്ലോ. ഭക്ഷണത്തിൽ കിടക്കുന്ന ഒരു മുടി അത് വിഷമൊന്നുമല്ല. നമ്മളതങ്ങ് എടുത്ത് മാറ്റി അങ്ങ് വെച്ചിട്ട് നമ്മളങ്ങോട്ട് ഊണ് കഴിക്കണം.
അതല്ലേ നമ്മൾ ചെയ്യണ്ടേ? എന്താ മീനാക്ഷി? കുഴപ്പമില്ല, ഞാനാണെങ്കിൽ ആ മുടി എടുത്ത് മാറ്റിയിട്ട് ഭക്ഷണം കഴിക്കും. എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ആരും ഇങ്ങനെയൊന്നും ബഹളം വെക്കാറില്ല. മീനാക്ഷിക്കും അമ്മയ്ക്കും ഒരു കുഴപ്പമില്ല. ആട്ടെ, ഞാൻ നിന്നോട്ട് കാര്യം ചോദിക്കട്ടെ. നീ ഇങ്ങനെ ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ നിന്റെ ഭാര്യയുടെ തലമുടിയാണ് നിനക്ക് കിട്ടുന്നതെങ്കിൽ നീ എന്ത് ചെയ്യും? ആ, ആരും കാണാതെ തലമുടി എടുത്ത് മാറ്റിയിട്ട് ഞാൻ കഴിക്കും. അതാണ് കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം, അല്ലേ? പരസ്പരം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കണം. വേവിച്ച് വെച്ച അന്നം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതാണ് ബുദ്ധി. എന്നാൽ നമുക്കിനി ഊണ് കഴിക്കാം. ശരിയാ, ഉണ്ട് ചോറുണ്ട്. ഇന്നത്തെ ഊണിനൊരു പുതുമയുണ്ട്. കഴിക്കുമ്പോ ഇന്നത്തെ ഊണ് മുടി സ്പെഷ്യൽ. ആ, കഴിച്ചോ. കഴിക്കാം. തലമുടി അമൃതാണ്. ഇത് എവിടെ നോക്കിയാണ് ഈ ചോറുണ്ടാക്കുന്നത്? എന്നാ എനിക്ക് വേണ്ട, നീ കഴിയും. എന്തൊക്കെയായിരുന്നു? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. എന്തൊക്കെയായിരുന്നു? കൂടി അമൃതാണ്, പേരാണ്. അതെ ഇപ്പൊ മാറിയില്ല അല്ലേ?